ഇയാളെങ്ങനെ സിനിമ കാണുന്ന ആളാണോ? അതെ അതെ സിനിമ കാണാറുണ്ട്. എങ്ങനത്തെ സിനിമകളാ ഇഷ്ടം? എനിക്ക് ഈ പരീക്ഷണാർത്ഥങ്ങളുള്ള ഈ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉം. മമ്മൂട്ടിന്റെ ഇപ്പോൾ ഒരു പുതിയ പടത്തിന് ഞാൻ വെയിറ്റിംഗ് ആണ്, കളങ്കാവിൽ. ആ ആ സിനിമ യുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിരുന്നോ? അതെ അതെ അതെ, എങ്ങനെ ഉണ്ടായിരുന്നു? അത് കൊള്ളാം, കുഴപ്പമില്ല, അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. ആ അതുകൊണ്ടാണോ അത്രയും പ്രതീക്ഷ വെക്കുന്നത്? അല്ല, മമ്മൂക്കന്റെ സിനിമകളൊക്കെ പറഞ്ഞാല് പ്രതീക്ഷിക്കണം, കാരണം നല്ല പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട്. ഇപ്പൊ ആ അവസാനം വന്ന പല സിനിമകളാവട്ടെ ആ നമ്മളെ പ്രതീക്ഷകൾ ഒരിക്കലും ആ നശിപ്പിച്ചിട്ടില്ല. ആ അത്യാവശ്യം നല്ല നല്ല പടം, ആ മമ്മൂക്കന്റെ പടങ്ങളെല്ലാം ആ അത്യാവശ്യം നല്ല പടങ്ങൾ. മമ്മൂക്ക ഫാനാണോ? മമ്മൂക്ക ഫാൻ ഞാൻ ഇന്നൊരാളെ ഫാനല്ല, ആ പക്ഷെ ഏതാ നല്ല പടം ആ ഏതായാലും നമ്മൾ അതിനെ അംഗീകരിച്ച് പറയും. പറയൂ. എസ്പെഷ്യലി മമ്മൂക്ക ചെയ്യുന്നതായിക്കോട്ടെ, ആ എടുക്കുന്ന പ്രൊജക്റ്റ് ഒക്കെ ആയിക്കോട്ടെ, ആ അവസാനം കഴിഞ്ഞ ഓരോ ആ പ്രൊജക്റ്റ് ഒക്കെ ആയിക്കോട്ടെ, ആ അത്യാവശ്യം ആളുകൾക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന നല്ല നല്ല പ്രൊജക്റ്റുകളാണ്. ആ ഈ മാർക്കോ പോലത്തെ സിനിമ എങ്ങനെ ഇഷ്ടമാണോ താങ്കൾക്ക്? മാർക്കോ എന്ന് പറയുന്ന സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അത് നല്ല വയലൻസ് ഉള്ള ഒരു ആ പടമാണ്. ആ കാരണം ആ ആ പടത്തിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഇപ്പൊ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു കൊലപാതകം നടന്നു, ആ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ആ അങ്ങനെ വയലൻസ്, അത്രയും വയലൻസ് ഒക്കെ ആവാം, ആ പക്ഷെ ഒരുപാട് വയലൻസുകളൊക്കെ ഉണ്ടായിരുന്ന സിനിമയോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഉം അത് ഭയങ്കരമാണ്. ഉം മാർക്കോലെ വയലൻസ് ഒക്കെ പറഞ്ഞാൽ ഗ്യാസ് കുറ്റിയിട്ട് ഉം ഉം കുത്തുന്ന രംഗം, ഉം അതൊക്കെ ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു ഉം വയലൻസിന്. അതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. ഉം താങ്കള് സ്റ്റേഡിയത്തിൽ വന്നിരിക്കുന്നത് ഡെയിലി വരാറുണ്ടോ? അതെ അതെ, ഞാൻ ഒരു പേസ് ബോളറാണ്. ആ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ആ ആളാണ്. ഇപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, സ്പോർട്സ് യൂട്യൂബറാണ്. ആ അതോടൊപ്പം സിനിമയും കാണും. അതെ, സിനിമയും കാണും. ആ ഇപ്പോൾ ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാ? ഞാൻ ഏറ്റവും കൂടുതൽ ആ ഞാൻ ലാസ്റ്റ് കണ്ട പടം പ്രേമലുവാണ്. അപ്പോൾ കളങ്കാവലിന് വേണ്ടി കട്ട വെയിറ്റിംഗ് അതെ ആണല്ലേ? അതെ അതെ, ഏ? പക്ഷേ ആ. മമ്മൂട്ടിയുടെ പടം ഒരു പ്രൊജക്റ്റ് ഇറക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആരാധകരെ നിരാശപ്പെടുത്തില്ല. ഉം. കാരണം അത്രയും പുള്ളിക്കാരൻ ഒരു സിനിമ ഒരു പുതിയ നിർമ്മാതാവ് പുള്ളിക്കാരൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഉം. പുള്ളിക്കാരൻ അനുസരിച്ചുള്ള ആളുകൾക്കും ഉം. ഇത് നോക്കിയിട്ട് പുള്ളിക്കാരൻ പടം എടുക്കുള്ളൂ. അത് നല്ല പ്രതീക്ഷയാണ് ആ പടം. ആ പടത്തിൽ നല്ല അതെ പ്രതീക്ഷയുണ്ട്. അതെ അതെ, ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ പോയി കാണോ? തീർച്ചയായിട്ടും അത് ആദ്യം തന്നെ ആ പടം പോയി തിയേറ്ററിൽ പോയി കാണണം. കാണണം അല്ലേ? അതിന് ആ ഓക്കെ താങ്ക് യു. ഓക്കെ.